എന്താ സിനു എന്റെ പഠിത്തമൊക്കെ? ഉമ്മ അങ്ങനെ ആസ്പത്രി കൂടെ നടക്കണോണ്ട് പഠിച്ചോണ്ട് കേട്ടോ. ഇമ്മച്ചേ ഇപ്പപ്പാക്ക് സുഖായോ? ഇനി ഇപ്പപ്പാന്റെ അടുത്തേക്ക് പോയപ്പോഴേ ഞാനും പോരുട്ടോ. ഇപ്പപ്പാനെ കണ്ട് കൊറേ ദിവസമായി. ആ ചിനു, പപ്പാക്ക് ഇപ്പൊ ലേശമൊക്കെ ഭേദമായിക്കണ്. സ്കൂളില്ലാത്തൊരു ദിവസേ നമുക്ക് രാവിലെ തന്നെ എടുപ്പോ. ഇമ്മ നമ്മളിപ്പ പാവല്ലേ? ഇപ്പൊ വയ്യാതായതിനു ശേഷം ഇപ്പപ്പാനെ നോക്കാൻ ആരുമില്ലല്ലേ? നമ്മളെ മാമനും അമ്മായി എന്തെങ്ങനെ? ആദ്യമൊക്കെ ഇപ്പപ്പാനെ വലിയ കാര്യാന്നല്ലോ. ഉമ്മാന്റെ കുട്ടി പറഞ്ഞത് നേരാ. ഉപ്പപ്പാനെ അവർക്കൊക്കെ നല്ല കാര്യമായിരുന്നു. പിന്നെ അവനാന്റെ പേർക്കും കാര്യം പറഞ്ഞപ്പോ എല്ലാവർക്കും അതാ വലുത്. ചെറുപ്പത്തിൽ എങ്ങനെ ഓനെ നോക്കിയാൽ ഉപ്പപ്പാന്നറിയൂ. ഒരാൺകുട്ടിയുള്ളൂ പറഞ്ഞിട്ട് കൊഞ്ചിച്ചാണ്ട് ഭക്ഷണമാക്കി. സാരല്ലേ ഇമ്മച്ചേ, നമുക്കൊരു കാര്യം ചെയ്യാ. ഇപ്പപ്പാനെ ഇങ്ങോട്ട് കൊണ്ടുവരാ. ഇവിടെ ഇപ്പപ്പല്ലല്ലോ. എനിക്ക് ഇപ്പപ്പാനെ വലിയ ഇഷ്ടല്ലേ. മാമനും അമ്മായിക്കല്ലേ ഇപ്പപ്പാനെ ഇഷ്ടമല്ലാത്തുള്ളൂ. അതിപ്പോ എന്റെ ഉപ്പാനോട് ചോദിക്കാതെ എങ്ങനെ ഇപ്പപ്പാനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാ? അതൊക്കെ നമുക്ക് ഇപ്പാനോട് പറഞ്ഞ് സമ്മതിപ്പിക്കാം. അല്ല എത്ര രണ്ടാം കൂടി കാര്യമായിട്ട് പറയണേ? നോക്കി നമ്മുടെ ചിനു പറയാണേ പപ്പാനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാ. നിങ്ങളുടെ അഭിപ്രായം എന്താ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പാനങ്ങോട്ട് കൊണ്ടുവരുന്ന എനിക്ക് ഇഷ്ടക്കേടുമില്ല. ഇമ്മ കാക്കാനോടൊക്കെ പോയതാണല്ലോ, 2 ദിവസം കഴിഞ്ഞാൽ വരും. അപ്പൊ ഇമ്മക്ക് അത് ഇഷ്ടാവൂല. ഇജ് വേണമെങ്കിലേ അങ്ങോട്ട് പോയി 2 ദിവസം പോയി നിന്നോ. അതിപ്പോ അങ്ങള് പറഞ്ഞ മാതിരി ഉമ്മാക്ക് ചിലപ്പോ പറ്റിക്കോണമെന്നില്ല. എന്താ കാട്ടണത്? ഞാൻ ഇടയ്ക്കും തിരക്കൊക്കെ ഇങ്ങനെ പോയി വരാം. നിങ്ങളെന്താ ചായക്ക് കടി കൊണ്ട് നിൽക്കണ? ഞാൻ ചായ ഉണ്ടാക്കാം. പിന്നെ ഇതിവിടെ ഇരുന്ന് തിന്നോട്ടോ. പപ്പാന്റെ റൂമിലൊന്നും കൊണ്ടേ തിന്നരുതേ. അവിടെ ചെന്നാ ഇനി പപ്പാക്ക് അത് വേണ്ടി വരും. ഷൈന, അന്ന സഫിയാത്ത വിളിച്ചിരുന്നോ ഉപ്പാന്റെ കാര്യം അറിയാൻ വേണ്ടിട്ട്? ഹോസ്പിറ്റലിൽ വന്നതിന്റെ ശേ ഓലെ ആരും ഇങ്ങോട്ട് വിളിച്ചിട്ടില്ലാന്ന്. പിന്നെ ഇജ്ജ് എന്റെ വാശിയൊക്കെ ഒന്ന് കുറച്ചട്ടോ. ആവശ്യമില്ലാത്തൊരു വാശി എടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ ഇപ്പാന്റെ കാര്യം ഒന്ന് നോക്കിക്കൊണ്ടു. അല്ല ഇജിപ്പ് എന്തിനാ ഇപ്പാനെ കൊണ്ട് തിരുമ്പിച്ച്? അനക്കിവിടെ വാഷിംഗ് മെഷീൻ ഇല്ലേ? അനക്ക് ആ കൂട്ടത്തിൽ അങ്ങോട്ട് ഇട്ടാ പോരെന്നോ ഓരോ വണ്ടി മലി ഉണ്ടാക്കിയിട്ട്. എന്നിട്ട് ഓള് ഹോസ്പിറ്റലിലേക്ക് വന്നതുമില്ല ഇപ്പൊക്കെ വയ്യാഞ്ഞിട്ട്. ഓലൊക്കെ എന്തൊക്കെയാ എന്നിട്ട് എന്നെ പറഞ്ഞത്? ആ പറഞ്ഞത് മൊത്തം ഞാനാ കേട്ടത്, ഇജല്ല. പിന്നെ എനിക്കിപ്പൊ നിങ്ങളെ പന നോക്കലല്ലേ പണി. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളി, നിങ്ങൾക്കും പറ്റുമല്ലോ. എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ. നിങ്ങളെ അമ്മായിന്റെയും പെങ്ങളെയും നാവിന് അല്ലെങ്കിൽ ഒരു കുറവുമില്ല. എനിക്ക് പറ്റൂല ഈ വീട്ടു ജോലി, ഓഫീസിലെ ജോലിയും കുട്ടീനെ നോക്കലും ഒക്കെ. അല്ലെങ്കിൽ തന്നെ നേരല്ലാഞ്ഞിട്ട് ഓനെ ഓൺലൈൻ ട്യൂഷനെ ആക്കിക്കാണ്. നിങ്ങൾക്ക് പിന്നെ അത്രക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങളെപ്പാനൊരു ഓംനേഴ്സിനാണ് കൊടുത്ത് നോക്കിക്കോളൂ. അല്ലടി, ഇജെന്താ ഒന്നും മനസ്സിലാക്കാത്തമാര് എന്നോട് വർത്താനം പറയാൻ നിൽക്കുന്നത്? ഈ വീടിന്റെ മേലേക്ക് ഉണ്ടാക്കാനേ 10 ലക്ഷം ഉറുപ്പ്യ ഞാൻ ലോൺ എടുത്തിട്ടുള്ളത്. അതന്നെ ഒരുവിധം കഷ്ടപ്പെട്ടിട്ടാ ഞാൻ അടയ്ക്കണേ. അതല്ലാണ്ട് ഈ ചെക്കൻ്റെ സ്കൂളിലെ ഫീസും ഇജിപ്പീ പറഞ്ഞ ഓൺലൈൻ ഫീസും പിന്നെന്താ ഹോം നേഴ്സോ അതിന്റെ പൈസ ഒക്കെ കൂടി ഞാൻ കൊടുക്കണോ? ഈ വീടിന്റെ ചെലവനെ എനിക്ക് താങ്ങണില്ല. അന്നേരത്താണ് ഓളോ ഓരോരോ ഒരക്കേല വർത്താനം. ഇതൊന്നും മനസ്സിലാക്കാത്ത മാതിരി വർത്താനം എന്നോട് പറയല്ലേ ഷൈന. ഇപ്പാനെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ജോലി വിടൂല. ഇപ്പൊ എങ്ങനെ പോണോ അതുപോലെ തന്നെ പോകും. നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോളി. എന്റെ പൊന്ന് ഷൈന, ഇജ് ഈ ചെലവിന്റെ കൂടെ ഒരു അധിക ചെലവും കൂടി എനിക്ക് ഉണ്ടാക്കി തരല്ലേ? അല്ലെങ്കിൽ തന്നെ ഇടങ്ങേറിന്റെ കൊടിയായി നിൽക്കാണ്. ഹലോ, അജോടാ ഞാൻ വില്ലിനോട് രചിക്കിട്ട് വാ. അല്ല ഇപ്പൊ എങ്ങോട്ട് പോയി വന്നോ? എനിക്ക് വന്നതൊരു ഉസാറില്ലാത്ത. അതെ, ഞാൻ ഒരു നാൾ പറഞ്ഞില്ല പെരയിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത്. എന്നാൽ തേങ്ങ വിറ്റ കുറച്ച് പൈസ ഉണ്ടായി എൻ്റെ അടുത്ത്, ഒരു 10-20 റുപ്യ. അത് ഞാൻ തിരുമറി എടുത്ത് ഇപ്പണി ഇപ്പൊ എന്നോട് ചോദിച്ചു ചെയ്തു. ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഞാൻ ഉണ്ടാക്കുക. അല്ല ഇജ്ജ് ഗൾഫ് നിർത്തി വന്നതും എൻ്റെ അടുത്തൊരു ഉറപ്പില്ലാന്നതും എൻ്റെ ഉപ്പാക്ക് അറിയില്ലേ? പിന്നെ ഇതിൻ്റെ മാരിയാ എൻ്റെ ഉപ്പാക്ക് ഒരുപാട് സ്വത്ത് മുതലില്ലേ? ആർക്കും വേണ്ടിയിട്ട് എൻ്റെ ഉപ്പ അങ്ങനെ വെട്ടിവെച്ചുണ്ടാക്കണ്ടേ? എന്റെ ഉപ്പാനെ എനിക്ക് ശരിക്കും അറിയില്ല. മൂത്താപ്പാനെ തെറ്റിയത് ഒരു ഇത്തിരി സ്ഥലത്തിനും വേണ്ടിയിട്ടാ. ഏതായാലേ ഇജ്ജ് അതിനെ കുറിച്ചൊന്നും ടെൻഷൻ ആണ്ട. അതെ, അതിൻ്റെ ബൈക്കൊണ്ട് പോയിക്കോളൂ. ഷായദാത്ത, എവിടുന്ന് ഷായദാത്ത വരുന്നേ? ഇങ്ങോട്ട് വരി. നിന്നെ കണ്ടത് എന്തായാലും നന്നായി. ഞാൻ എൻ്റെ ബന്ധു വീട്ടിലേക്ക് പോയിട്ട് വരുന്ന വഴിയാണ്. അല്ല സെബിയ, നിന്റെ ഇപ്പാന്റെ ഇപ്പോഴത്തെ അവസ്ഥ വല്ലതും നീ അറിയുന്നുണ്ടോ? നീ അവിടെ പോകലൊക്കെ ഉണ്ടോ? ആ ഷായദാത്ത, ഉപ്പാന്റെ അടുത്തേക്ക് ഞാൻ ഇടയ്ക്കും തലക്കൊക്കെ പോകലുണ്ടേ. പിന്നെ ഇവിടെ പ്രായമായ ഒരു ഉമ്മ ഉള്ളതല്ലേ. നാളെ ഉപ്പാക്ക് സുഖമില്ലാതായപ്പോ എനിക്ക് പോകാൻ വേണ്ടിയിട്ട് കാക്കാന്റെ ഏട്ടനോട് വരേക്കുമ്മ പോയതാണ്. ഓലെ ഞാൻ വേണ്ടത് നോക്കുക. അല്ലെന്റെ പുന്നാര സെബിയ,
നിന്റെ നാത്തൂനെന്ന് പറയുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അവള് ഇപ്പൊ അന്ന് വീണ് കിടന്ന സമയമില്ലേ, അന്ന് അവള് ഇപ്പാനെ കൊണ്ട് തുണി തിരുമ്പിച്ചേക്കുന്നു. ഞങ്ങൾ അയലോക്കക്കാരെന്തെങ്കിലും ചെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഓള മുഖം ഉത്തറയുണ്ട്. പിന്നെ അതും പോരാഞ്ഞിട്ടോ, ഉപ്പാക്ക് ഭക്ഷണം നല്ല രീതി പോലും കൊടുക്കലില്ല. ഞങ്ങള് കാണുന്നുണ്ട്, ഹോട്ടലിൽ പോയി മാപ്പിള കെട്ടുകണക്കിനാണ് ഭക്ഷണങ്ങൾ കൊണ്ടുവന്ന് രണ്ടുപേരോട് ഇരുന്ന് കഴിക്കുന്നു. എന്നിട്ടാ ഇപ്പാക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അറിയത്തുപോലും ഇല്ല. അവന്റെ ഷായത്ത, എന്റെ ഉപ്പാന്റെ ഒരു അവസ്ഥ എന്താ ഇപ്പൊ ഞാൻ കാട്ടുന്നത്? എപ്പോഴും എനിക്ക് എന്റെ ഉപ്പാന്റെ ഒരു കാര്യം ആലോചിക്കാനേ നേരമുള്ളൂ. എന്നാ സെബിയ ഒരു കാര്യം ചെയ്യ്, ഇപ്പാനെ ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ? അത് താത്ത ഞാൻ ആലോചിക്കായേ അല്ല. ഇവിടുത്തെ ഉമ്മയും പ്രായമായി നിക്കണല്ലേ, രണ്ടാളും പാടെ ആകുമ്പോ ബുദ്ധിമുട്ടാവൂലേ, അതുകൊണ്ടാണ്. എന്നാടി പെണ്ണെ, ഞാൻ പോട്ടെ, നേരമില്ല. ഇമ്മച്ചിനോട് ഞാൻ പറഞ്ഞതല്ലേ ഇപ്പപ്പാനെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന്. ആ വന്ന താത്തയും പറഞ്ഞില്ല ഇങ്ങോട്ട് കൊണ്ടുവരാന്ന്. ആ മാമനും അമ്മായും കൂടി ഇപ്പപ്പാനെ ഇട്ട് അവിടെ ഇടങ്ങാറാക്കും. ഇമ്മച്ചിയെ കൊണ്ട് ഇപ്പനോട് പറയ്. ആ മുജിയാക്ക, വരി കയറി കയറി ഇരിക്കും. ഇപ്പോഴാടാ ഇപ്പൊ അകത്തുണ്ടേ, വരി. കാക്കാ അസ്സലാമു അലൈക്കും. മുജീബ, എന്താടാ വർത്താനം? മകൾ സുഗന്ധനല്ലടാ? ഒക്കെ സുഖം തന്നെ ആക്കാ. വയസ്സിലെ മുട്ട അവിടെ ഉണ്ടടാ, അതോ കെട്ടിച്ചു കൊടുത്താണോ? ഒന്ന് പോയതാ, മരുന്ന് കുടിച്ചിട്ട് ഉണ്ടേ. എത്ര പണ്ടെടുത്താനോ? പോകുന്നുണ്ട്. ആ കാക്കാ, ഞങ്ങളിപ്പോ രണ്ടാളും കൂടി വന്നതേ വേറൊരു കാര്യം സംസാരിക്കാനാണ്. അനസ, ഇത് സാധനം കൂടി ഇങ്ങോട്ട് വിളിക്കാൻ. ആ അനസേ, ഞങ്ങളിപ്പോ വന്നതേ ഇപ്പാന്റെ കാര്യത്തിലേ വ്യക്തമായ ഒരു തീരുമാനപ്പെടുക്കണം. അതിനാണ് ഇപ്പൊ ഞാനും പൈസലും കൂടി ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇനിയിപ്പോ അത് പഴയ മാതിരിക്കുള്ള അതിലൊന്നും പറ്റൂല. കാരണം ഇപ്പാനെ നോക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ രണ്ടാളെയും ഉത്തരവാദിത്തം തന്നെയാണ്. കാരണം പെങ്ങളും അമ്മായും വന്നുകാണ്ടൊക്കെ പോകും, ഓർക്ക് ഇവിടെ സ്ഥിരമായിട്ട് വന്നുകാണ്ട് നിൽക്കാന് ഒരു പരിമിതികളൊക്കെ അല്ലേ. അപ്പൊ ഇന്നാളെന്നെ ആലോചിച്ചൊക്കെ അപ്പ അലക്കിക്കാണ്ട് അവിടെ വീണിക്കാണ്ട് ഇവളെ വിളിച്ചപ്പോ ഇവള് റൂമിൽ കുറ്റിട്ട് അവിടെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. ഇത് ഇനിയിപ്പോ ഇങ്ങനെയൊന്നും വിട്ടാൻ പറ്റൂല. എന്റെ പൈസല്ല അത് മുജീബക്ക, ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് തന്നെയാണല്ലോ ഉള്ളത്. ഇപ്പാന്റെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കണുണ്ട്. ഇപ്പൊക്കെ ഒരു കുറവും ഇവിടെ ഇല്ല. പിന്നെ ബാക്കിയുള്ളവര് പറഞ്ഞതൊക്കെ കേൾക്കുക എന്ന് പറഞ്ഞാല് ഓൾക്ക് ഇപ്പൊ എന്താ പറയാൻ പറ്റാത്തത്? പൊടിപ്പും തുങ്ങലും വെച്ച കഥകളൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ മുജീബക്ക. കാക്ക, എനിക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, മൂത്തമ്മ മരിച്ചതിന് ശേഷം മൂത്താപ്പ എങ്ങനെ എന്നെ നോക്കിയിട്ടുണ്ടെന്ന് അറിയോ? എന്റെ അപ്പിമാടി ഇന്നെ അങ്ങനെ നോക്കിയിട്ടില്ല. കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയണ്ട്, അത് കരുതിക്കോ. അതാണ് പൈസലെ ഒറ്റ ആന്തരൽ വെച്ച് ഒരെ കൊഞ്ചിച്ച് വസലാക്കി. ഒന്റെ ഉമ്മ മരിക്കുമ്പോഴേ ഒരു ചെറിയ കുട്ടിയാണ്, അതുപോലും അവനെ അറിയിച്ചില്ല കഷ്ടപ്പാടൊന്നും. ഞാൻ എന്റെ എല്ലാ സ്വത്തും അണിയിൽ കൊടുത്തു. എന്റെ സഫിയാനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്റെ കുട്ടി ഇടയ്ക്ക് വന്ന് കജുമോനെ നോക്കുന്നുണ്ട്. കാക്ക, സ്ഥലം നിങ്ങളെ പേരിൽ എഴുതി തന്നോണ്ടാണ് എന്റെ അപ്പി മൂത്താപ്പി മുണ്ടാതായത്. അത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് മൂത്താപ്പനെ നോക്കൽ നിങ്ങളെ രണ്ടാളും കടമയാണ്. അതിലൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. സ്ഥലം തന്നു നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഈ പെര എങ്ങനെയായിരുന്നു? ചെറിയൊരു പെരയായിരുന്നു. ഇന്റെ ഉപ്പാന്റെ കയ്യിൽ നിന്ന് 20 ലക്ഷം വാങ്ങിയിട്ടാണ് ഇതിന്റെ അടിഭാഗം കെട്ടിയത്. ബാക്കി മോൾക്ക് എടുക്കാൻ ഇക്കാന്റെ കയ്യിൽ നിന്ന് ലോൺ എടുത്തു. പിന്നെ എല്ലാരും ഉണ്ടാവും പറയാനൊക്കെ. ഇനി ഇപ്പാനെ ഇതിലും കൂടുതൽ നോക്കണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കൊണ്ടേ നോക്കിക്കോളി. ഇപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങളെ നിലപാടല്ലേ അനസ? ഇതിപ്പോ എന്റെ അറിവോട് കൂടി കാണൊക്കെ തന്നെയാണ് അവള് പറയണ്ടേ. ആയിക്കോട്ടെ, ഇന്റെ ജോലി കളഞ്ഞിട്ടൊന്നും ഞാൻ ഇപ്പാനെ നോക്കാൻ നിൽക്കൂല. എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ ജോലി ഒഴിവാക്കി കണ്ടിട്ട് ഇപ്പാനെ നോക്കണം ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്താളിയേ, ഇപ്പാനെ നോക്കാനേ ആരെങ്കിലും ഒരു ജോലിക്കാരൻ കണ്ടെത്തിക്കാളി. അതിലൊന്നാകുക. നിങ്ങളിപ്പോ എന്താ പറയണേ മുജീബക്ക? അല്ലെങ്ങാത്തനുള്ളതുകൊണ്ട് ഞങ്ങൾ ഒപ്പിച്ച് പോവാണ്. ഞാൻ അതിന്റെ ഇടയിൽ കൂടി ഒരു ജോലിക്കാരനും കൂടി വെക്കണം. ഞാൻ അതിന് നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരില്ലേ? നടന്നാ ചാക്കണ്ട്. എടാ, ഈ ജോൻ പറഞ്ഞു കേട്ടില്ലേ? എന്റെ മകനെന്നെ കൈവിട്ടടാ. ഞാൻ ഇപ്പൊ എന്താ ചെയ്യ? അത് ഓർത്തിക്കാണ്ട് കാക്ക, നിങ്ങൾ വിഷമിക്കണ്ട. ഒരു രണ്ടോളിപ്പോ എന്തൊക്കെയാ പറഞ്ഞു. അപ്പൊ ഈ നാട്ടിലെ നിയമവും നാട്ടുപരമാണിമാരും കാരണവന്മാരൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പൊ നമുക്കേ ഓലെ കണ്ടിക്കാണതിനൊരു തീരുമാനം ഉണ്ടാവും. നിങ്ങൾ വിഷമിക്കണ്ട. മൂത്താപ്പ, മുജിബാക്ക പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ?
എന്നാണ് അപ്പൊ ഞങ്ങളെ 2 ചായ 2 കടി. അത് 48. അല്ല മുജീബാക്ക, നിങ്ങളിതൊന്നും കാണലില്ലല്ലോ. ആ അതാണ് അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഓരോരോ ചുറ്റുപാടും ഇതൊക്കെ ആയിട്ടേ. പിന്നെ ഇന്റെ വല്യാക്കാന്റെ ചെറുക്കുണ്ടല്ലോ അനസ്, ഓ ഇവിടെ കാക്കാക്ക് ചായ കൊടുക്കരുത് എന്തെങ്കിലും പറഞ്ഞിരുന്നു എന്നോട്? ആ അതിപ്പോ മുജീബാക്ക ഇന്നാളും അവിടെ വന്നിരുന്നു. അപ്പൊ പറഞ്ഞു ഇപ്പാന്റെ പൈസ ഉണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് പൈസ ഉണ്ട്. അപ്പൊ പറഞ്ഞു വല്ലാതെ കടം കൊടുക്കണ്ട എന്നാ പറഞ്ഞത്. ഓ അതൊക്കെ പറഞ്ഞു അല്ലേ? അപ്പൊ നാണെ അപ്പോ കുട്ടികൾ എന്തേലുമൊക്കെ പറഞ്ഞോട്ടെ, കുട്ടികൾ പോലെ കണക്കിലും പെടുത്തണ്ട. വല്യാക്കാക്ക് എന്ത് സാധനം ആവശ്യം ഉണ്ടെങ്കിലും വല്യാക്കാക്ക് കൊടുത്തോണ്ട്, അതിന്റെ പൈസ എത്ര വെച്ചാലും ഞാൻ തരും. ചായ എന്താ വെച്ചാ കൊടുത്തോണ്ട്. ആ എനിക്കറിയാം ജീവാക്ക, ഞാൻ ചിന്തിച്ചു എത്ര കുട്ടികളൊക്കെ കഥ പൈസ ഇല്ലേറ്റൊന്നല്ലല്ലോ, ഇഷ്ടംമാതിരി പൈസ ഉണ്ടല്ലോ ഓരോരുത്തർ. ആ അതന്നെ. അപ്പൊ കാക്കാക്ക് എന്താ വെച്ചാ കൊടുത്താണ്ടി ചേട്ടോ. എന്നാ പോ ഇജേ, നാളെ പറഞ്ഞ മാതിരിക്ക് ചെയ്യാ. അസ്സലാമലൈക്കും. വാലേക്കും സ്ലാം. എന്താ കോമക്ക വയ്യാത്തോടത്ത് ഇങ്ങോട്ട് വന്നത്? ഒന്ന് വിളിച്ചാ പോരേനോ? ഞാൻ അങ്ങോട്ട് വരൂലേനോ? അസുഖങ്ങളൊക്കെ ഭേദമായിക്കണോ? ഇല്ലടാ, ഭേദമായിട്ടില്ല. ഞാൻ അങ്ങാടിക്ക് വന്നപ്പോഴേ അന്നൊന്ന് കണ്ടൊരു കാര്യം പറയാൻ വന്നാ. എന്താ ഇപ്പൊ പ്രത്യേകിച്ച് പറയാൻ? ഞാനേ എന്റെ മോന്റെയും മരുവളിയും കാര്യം പറയാൻ വന്നതാ. ഓല് രണ്ടാളും എന്നെ തിരിഞ്ഞു നോക്കൂല, ഒരു മൂർക്ക് വെള്ളം പോലും എനിക്ക് ഉണ്ടാക്കി തരൂല. ഞാനേ നാണിയാപ്പൂന്റെ കടയിലേ ചായ എടുക്കാൻ വേണ്ടി പോയതേനു. പിന്നെ അനസേ ഓനോട് പറഞ്ഞിരിക്കണേ ഇപ്പാക്ക് കടന്നു കൊടുക്കണ്ടെന്ന്. ഞാൻ എന്താടാ കാട്ടുക? എന്താ ഇപ്പൊ നമ്മളെ മക്കളൊക്കെ ഇങ്ങനെ ചെയ്യാൻ പുറപ്പെട്ടാല്? നിങ്ങൾ മോള് പരീക്ഷയൊന്നും വരില്ലേ? ഓള് വരലൊക്കെ ഉണ്ട്. ഓക്ക് വരുന്നതിനൊരു പരിധിയൊക്കെ അല്ലേ. ഓളെ കുട്ടികളൊക്കെ സ്കൂളിൽ പോണതല്ലേ. പിന്നെ ഓനിപ്പോ നാട്ടിലുള്ളല്ലേ. പിന്നെ എനിക്കൊരു ഉപകാരം ചോദിച്ചാടാ, എന്റെ മകന്റെ പേരിയാണ് സ്ഥലം എഴുതി കൊടുത്തേ. അത് കൊടുത്തതിന്റെ ശേഷമാണ് ഓല് എന്നോട് ഇങ്ങനെ കാട്ടിൽ തുടങ്ങിയത്. ഈ സ്ഥലം ഒന്ന് തിരിച്ചു പോയി തരും എനിക്ക്. നിങ്ങളെ നോക്കണേ ഓലെന്നെ വിചാരിക്കണ്ടേ? നമുക്ക് ഓലോട് പറഞ്ഞു നോക്കാനല്ലേ പറ്റുള്ളൂ. ഞാൻ ഏതായാലും ഓനൊന്ന് കണ്ടാട്ടെ. നിങ്ങളെ ഏതായാലും ഓരോ കണ്ടോളം സംസാരിക്കും. എങ്ങനെയെങ്കിലും സ്ഥലത്തിന്റെ പേർക്ക് വാങ്ങിത്തരും, ഇല്ലെങ്കിൽ വയസ്സുകാലത്ത് ഞാൻ ആകെ അടങ്ങാറിലായി പോകും. ഉപ്പാ, ആ ഷഹന, അനക്കിന്ന് ഓഫീസൊന്നുമില്ലേ? ഓഫീസൊക്കെ ഉണ്ടപ്പാ. ഓഫീസൊക്കെ പറഞ്ഞ പെരേന്ന് പോന്നതാ. അല്ല, എന്താ വർത്താനം? അവിടുത്തെ ഇപ്പ ഹോസ്പിറ്റലാന്ന് കേട്ടു, പേടായോ? നല്ല വർത്താനപ്പാ. ഇമ്മ എവിടെ? അവിടുത്തെ ഇപ്പൊ ഡിസ്ചാർജ് ആയിട്ട് കുറച്ച് ദിവസമായി. ഇപ്പാ, ഞാനൊരു പൊല്ലാപ്പില് പെട്ടുപോയി. അത് പറയാനാണ് ഇക്കാനോട് പറയാതെ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇമ്മ അക്ഷയ പോയതടി. അതെന്താ ഓനറിയാത്തൊരു വിഷയം? ഓനറ്റ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക? അതൊന്നുമില്ല. അവിടുത്തെ ഇപ്പാന്റെ പെങ്ങളെ മോനും ആപ്പാന്റെ മോനും വാപ്പാനെ കാണാൻ വന്നിരുന്നു. ഓരൊക്കെ പറയണത് ഞാനും ഇക്കയും വാപ്പാനെ നോക്കണില്ല എന്നാണ്. ഓരോ വർത്താനത്തൊന്നും എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയോ? അന്ന് കാക്കൂന് കൊടുത്ത സ്ഥലല്ലേ, അത് തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പാന്റെ നേരിക്ക് നോക്കുക. എന്നിട്ട് അനസു ഇത് എന്താ തീരുമാനം എടുത്ത്? ഞാൻ തീർത്തും പറഞ്ഞു എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്നുള്ളത്. എന്നാൽ എനിക്കൊരു ഭയം, നമ്മൾ ആ സ്ഥലം ഇപ്പാന്റെ പേർക്ക് വീണ്ടും തിരിച്ചെഴുതി കൊടുക്കേണ്ടി വരും എന്നുള്ളത്. നമ്മളെ 20 ലക്ഷം ആ വീടിന്റെ മുകളിൽ കിടക്കല്ലേ. ആ അങ്ങനെ പ്രശ്നം ഉണ്ടല്ലേ? എന്നാ ഇതൊരു കാര്യം ചെയ്യേ, അനസിന്റെ പേരിന്ന് എന്റെ പേർക്കാക്കാൻ പറയാ സ്ഥലം, അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. അതിപ്പോ നിങ്ങള് പറഞ്ഞത് ശരിയാണ്. അല്ലെങ്കിൽ താത്താക്ക് അതൊന്നും ഒരു ഷെയർ പോകും. നമ്മൾ ഇറക്കിയ പൈസ വെള്ളത്തിലാവും. അതോലോചിച്ചിട്ട് എനിക്കൊരു ആദ്യമൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും ഇക്കാനോട് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നോക്കട്ടെ. തൽക്കാലം ഇത് ഇവിടെ വന്ന കാര്യം നമ്മൾ തമ്മിൽ ചർച്ച ചെയ്തൊന്നും ഓൻ അറിയണ്ട. എന്നാ ഇപ്പൊ ഞാൻ ഉമ്മാനെയൊന്നും കാക്കണില്ല, ഞാൻ പോട്ടെ.